Welcome to ProTalks by Elevate, and I'm Anne Benjamin. Today's guest is Rahib Mohammed, aka Bheegaran. So, Rahib Mohammed. Yes. പക്ഷെ ഞാൻ ഭീകരനെ വിളിക്കത്തുള്ളൂ. Okay. Tell me, how did you become Bheegaran from Rahib Mohammed? ഭീകരൻ എന്നുള്ള പേര് എങ്ങനെ വന്നു വെച്ച് കഴിഞ്ഞാൽ സോ ഇഫ് ഐ ഫോളോ യു ഇൻ ഇൻസ്റ്റഗ്രാം ആൻഡ് യു സീ എ നോട്ടിഫിക്കേഷൻ ദാറ്റ് ഭീകരൻ സ്റ്റാർട്ടഡ് ഫോളോയിങ് യു ഡസൻ ദാറ്റ് ഇൻസ്റ്റിങ് ലൈക്ക് ക്യൂരിയോസിറ്റി ഇവൻ ആരുടെ ഭീകരൻ ആ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാവുന്ന രീതിയിലായിരുന്നു ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ പിന്നെ ഇപ്പോൾ ഭീകരൻ മുകളിലേക്ക് പോയി റായിബിന് ആർക്കും അറിയാതെ ശരിക്കും ഭീകരനാണോ? എൻ്റെ ക്ലയൻസിനോട് വെച്ചാൽ മതി. But still, what do you think? Are you very strict with your training? No, definitely not. Not. I am also You like to be known as a wellness coach or a fitness trainer? a wellness coach. Yeah? Yeah. ആൻഡ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് വെൽനെസ് എന്ന് പറഞ്ഞുകൊണ്ട് ഐ എം ആസ്കിങ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ പീപ്പിൾ അവോയ്ഡ് എ ലോട്ട് ഓഫ് ഫുഡ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി എന്നുള്ള വരുന്നത്. ആൻഡ് ദേ ഫോൾ സിക്ക് മോസ്റ്റ് ഓഫ് ദം. സോ വാട്ട് ഈസ് യുവർ ഐഡിയ ഓൺ ദാറ്റ്? ഒരു എന്താണ് വാട്ട് യു വോണ്ട് ടു ടെൽ ദം ദാറ്റ് യു വോണ്ട് ടു ടെൽ ദം ടു സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്? അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒത്തിരി പേരെ എനിക്കറിയാം, ലൈക്ക് അവോയ്ഡിങ് ഫുഡ് ആൻഡ് ദെൻ മെയിൻറ്റെയിനിങ് ദ വെയിറ്റ്. ബട്ട് വാട്ട് ഈസ് യുവർ സേ ഓൺ ദാറ്റ്? Avoiding food and maintaining that weight, if that works for them, then good for them. പക്ഷേ 5 years down the lane, 10 years down the lane, will that work for them? That's the real question. Okay. നമ്മുടെ ലോക്കൽ ക്വിസീൻ ഇപ്പം നമ്മൾ പറയുന്ന ലോക്കൽ ക്വിസീൻ കഴിക്കാതെ നമ്മൾ എത്ര കാലം ഇതേമാതിരി ഇപ്പം അവക്കാഡോ ടോസ്റ്റിനെ അങ്ങനെ വില്ലനാക്കല്ല, പക്ഷെ അങ്ങനത്തെ ക്വിസീൻസ് എത്ര കാലം നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും? ദാറ്റ്സ് ദ റിയൽ ക്വസ്റ്റ്യൻ. ബിക്കോസ് മിക്കവാറും ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുക വൺസ് യു സ്റ്റാർട്ട് എ ന്യൂട്രീഷൻ പ്ലാൻ ഓർ എ ഡയറ്റ് പ്ലാൻ വിച്ച് ഹാസ് എന്താണ് എൻഡ് ഡേറ്റ്, ഡെഡ് ലൈൻ ഡേറ്റ് 3 months അല്ലെങ്കിൽ 6 months ഉള്ളിൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുമ്പോഴാണ് അത് ചെയ്യുക. Okay. അവിടെയാണ് ഐ വാണ്ട് ടു ആസ്ക്, വി ഹാവ് സീൻ ദ ബിഫോർ ആൻഡ് ആഫ്റ്റർ. വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ദി ആഫ്റ്റർ? It's a cycle. Like after you start eating your normal food, your local cuisine, you gain back all the weight. Then again you'll be like, അന്ന് ഞാനത് കുറച്ചതായിരുന്നു, ഇനി എന്ത് ചെയ്യും? അപ്പം യു വിൽ തിങ്ക്, ഓക്കെ ഞാൻ ആ ട്രെയിനറിൻ്റെ അടുത്ത് പോയ സമയത്ത് അവന് ഇങ്ങനെ ഒരു ഡയറ്റ് പ്ലാൻ ഒക്കെ ചെയ്ത് ഞാൻ കുറഞ്ഞിട്ടായിരുന്നു. യു അഗെയിൻ ഗോ ടു ദ ട്രെയിനർ, ഡു ദ സെയിം തിങ് ഫോർ 6 months. So a cycle which the trainer, the coach will get a lot of money. That's what I think. So what are you saying? Our traditional, ഒരു രീതി കണ്ടിന്യൂ ചെയ്യാനാണോ പറയുന്നത് along with fitness, or you're saying that, to like do this kind of training, or what is it that you're saying? I mean, But what I'm trying to say is that what is not available in your local food that you're gonna get from ഈ പറയുന്ന പോലെ ഹെൽത്തി ഫുഡ് എന്നുള്ള. സോ റൈറ്റ് നൗ അൺഹെൽത്തി ഫുഡ് ആൻഡ് ഹെൽത്തി ഫുഡ് എന്ന രീതിയിൽ 2 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അൺഹെൽത്തി ഫുഡിനെ ഭയങ്കര എന്താ പറയുന്നത്, ഒരു ഡിമോണൈസ് ചെയ്തിട്ടുണ്ട്. ഹൂസ് ഡൂയിങ് ദാറ്റ്? we are doing it. Yes. We are doing it. So if you take ഇപ്പം സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ you go and take a packet of biscuit or anything. Fitness is a term that is abused so much. Anything that you check, high in vitamin, high in zinc. ഇപ്പം ഡേവി ഫസ്റ്റ് നമ്മളൊരു ചായക്കട പോയ സമയത്ത് ഞാൻ അതേമാതിരി ഹൈ ഇൻ വിറ്റാമിൻ ആൻഡ് സിങ്ക് എന്നുണ്ട്. ഞാനെടുത്ത് ഈ പാക്കറ്റിൻ്റെ ബാക്കിലെടുത്ത് നോക്കിയപ്പോൾ 256 മൈക്രോഗ്രാംസ് ആണ് അതിനകത്ത് ഈ വിറ്റാമിനും സിങ്കും ഒക്കെ പറയുന്നതുള്ളത്. അതിൻ്റെ 10 ഇരട്ടി 20 ഇരട്ടി ഷുഗറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളൊക്കെ ചെയ്യുന്നൊരു പ്രശ്നമാണ്, നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടി ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് വി ഗോ ടു സൂപ്പർ മാർക്കറ്റ്, വി ചെക്ക് ദ ഫുഡ്, ലൈക്ക് ഫുള്ള് ചെക്ക് ചെയ്തിട്ടാണ് മേടിക്കുക. പക്ഷെ നേരെ മറിച്ച് നമ്മളൊരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മേടിക്കുമ്പോൾ ഫ്രണ്ടിലുള്ള പിക്ചർ മാത്രം ഹായ് നല്ല ഒരു കുട്ടി ഹെൽത്തി ആയി നിൽക്കുന്നുണ്ട്, അതേമാതിരി തന്നെ അതിന് മുകളിൽ ഹൈ ഇൻ വിറ്റാമിൻ, ഹൈ പ്രോട്ടീൻ, ഹൈ ഫൈബർ എന്ന് കാണുന്നു, നമ്മളത് നേരെ എടുത്തിരുന്നു. എപ്പോഴെങ്കിലും അത് തിരിച്ചിട്ട് അതിൻ്റെ ബാക്കിയുള്ള കോണ്ടൻസ് വായിച്ചിട്ടുണ്ടോ? വി നെവർ ഡൺ ദാറ്റ്. സോ ഈ അൺഹെൽത്തി ഹെൽത്തി ആക്ച്വലി ഫുഡിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. ബിക്കോസ് ഈ കഴിക്കുന്ന പൊട്ടേറ്റോ ചിപ്സും അതേപോലെ തന്നെ ബിസ്ക്കറ്റ്സ് ആയാലും എന്തായാലും, ഇഫ് ദ ക്വാണ്ടിറ്റി ഈസ് ഹയർ, ഇറ്റ്സ് ഒബ്വിയസ്ലി ഈസ് അൺഹെൽത്തി. ഈവൻ ഇഫ് ഇപ്പം നമ്മളിപ്പം കഴിക്കുന്ന സാലഡ്സോ എന്തോ ആയാലും നമുക്ക് വേണ്ട ക്വാണ്ടിറ്റിയിലും കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അത് ഓൾറെഡി അത് അൺഹെൽത്തിയിലേക്കല്ലേ പോവാം. ദാറ്റ്സ് മൈ ഡൗട്ട്. അതായത് ഇഷ്ടമുള്ളത് കഴിക്കാം, പക്ഷെ ഇഷ്ടമുള്ളത്ര കഴിക്കരുത്. ദാറ്റ്സ് വാട്ട് വി ഹാവ് ടു ഫോക്കസ് ഓൺ. Okay. And because you said this, ഈ high in zinc and കാൽഷ്യം അങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നുണ്ട്. ഈ സപ്ലിമെൻറ്റ്സ് ഇപ്പോൾ ഒത്തിരി ഭയങ്കര എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പണ്ടത്തെ അത്രയും ഇല്ല, പണ്ട് അത്രയും യൂസ് ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം പീപ്പിൾ ആർ യൂസിങ് ഇറ്റ് മോർ. അല്ലെ സപ്ലിമെൻറ്റ് ഇസ് വെരി ഈസിലി അവൈലബിൾ റൈറ്റ് നൗ.
packets, it's easy. How much do you like people using it? I mean, your clients. എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ ഫാദർ ഉണ്ടായിരുന്നു. സോ ഹി വാസ് അറ്റ് ദി ഏജ് ഓഫ് 60-70 ഓർ സംതിങ്. അപ്പം അവർക്ക് ഫുഡ്, അതായത് പ്രോപ്പർ നമ്മളുടെ നാച്ചുറൽ ഫുഡിൽ നിന്ന് ഉള്ള പ്രോട്ടീൻ ഇൻടേക്ക്, പ്രോട്ടീൻ്റെ കാര്യമുണ്ട്, സപ്ലിമെൻറ്റ്സ് വരുമ്പോൾ ഞാൻ അതിലേക്കാണ് പോകുന്നത്. ഫുഡ് കഴിക്കുന്ന സമയത്ത് അതിൽ പ്രോട്ടീൻ ബോഡിയിലേക്ക് എടുക്കാൻ പറ്റുന്നില്ല. സോ ഡയറക്റ്റ് കൺസംഷൻ ഓഫ് പ്രോട്ടീൻ വേണം എന്നുള്ള സമയത്താണ് ഈ സപ്ലിമെൻറ്റ്സ് ഡോക്ടേഴ്സ് വരെ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. Okay. If you want to have supplements, you can have it. നമ്മളിപ്പം ഫസ്റ്റ് ഇപ്പം നമ്മളുടെ ഡേ സീറോൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ when a client comes in, നമ്മളുടെ ഫോമിൽ ക്ലിയർലി ചോദിക്കുന്നുണ്ട്, do you want to take supplements or not? It's not that you have to take it. അതില്ലാതെയും നമുക്ക് ഫുഡിൽ നമുക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ അതിനനുസരിച്ച് മോഡറേഷൻസ് നോക്കേണ്ടി വരുന്നുള്ളൂ. സപ്ലിമെൻറ്റ് അവൈലബിലിറ്റിനെ കാട്ടി പണ്ടും സപ്ലിമെൻറ്റ്സ് അവൈലബിൾ ആയിരുന്നു, പക്ഷേ പീപ്പിൾസ് അവയർനെസ് ഇൻക്രീസ്ഡ്. Coming from that, ഇപ്പം ഒത്തിരി ആൾക്കാർ ഹാവിങ് എ ലോട്ട് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ്, ലൈക്ക് പീപ്പിൾ യൂസ് എ ലോട്ട് ഓഫ് സ്റ്റെറോയിഡ്സ്. അത് കാരണം വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ലൈക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല മെഡിസിൻസ്, ബട്ട് യു നോ ബിക്കോസ് ഓഫ് ദാറ്റ് ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ട് ദേ ഹാവിങ് ദിസ് വെയിറ്റ് ഗെയിൻ. വാട്ട് കൈൻഡ് ഓഫ് ഡയറ്റ് ഓർ വാട്ട് കൈൻഡ് ഓഫ് പ്ലാൻ ഓഫ് ആക്ഷൻ വിൽ യു ഗിവ് സച്ച് കൈൻഡ് ഓഫ് പീപ്പിൾ? One single plan doesn't work for everyone. Okay. So when a client comes in, we have to understand what the client history is. For example, if you are a client and you had ഇങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ we'll try to understand what was happening to you in the past 1 year or 2 year. എന്തൊക്കെയാണ് നിങ്ങൾ കൺസ്യൂം ചെയ്തത്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ. If possible, we'll try to have a conversation with your doctor and understand what the client history is. Because ആ ഹിസ്റ്ററി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ we can't prepare your physique or your mind towards the future. Because ഈ ചെയ്ത ക്രാഷ് ഡയറ്റ്സും അതേപോലെ തന്നെ ഈ ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഒക്കെ നമുക്ക് നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ന്യൂട്രീഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തായിരിക്കും ഓരോന്നും ബാക്ക് ഫയർ ചെയ്ത് വരാനും അത് ട്വീക്ക് ചെയ്ത് വരാം. അപ്പം ഓട്ടോമാറ്റിക്കലി എന്താ പറ്റുന്നത്, സോ എവറി ക്ലയൻറ്റ് നീഡ്സ് എ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഞാൻ തുടങ്ങിയ ഒരാഴ്ചനുള്ളിൽ എന്തെങ്കിലും ഉണ്ട് ശരീരത്തിൽ കണ്ടില്ലെങ്കിൽ ഒരു സുഖമില്ല. അപ്പം അവിടെ ഡീമോട്ടിവേറ്റഡ് ആവും. ആ ഡീമോട്ടിവേഷൻ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിന്നെ ഇയാളെ കൊണ്ട് പറ്റില്ല. സോ ദാറ്റ്സ് വെയർ ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ പോയിന്റിനെ കൊണ്ടാണ് ഈ സഡൻ വെയിറ്റ് ലോസിന് വേണ്ടി ആൾക്കാർ ക്രേവ് ചെയ്യുന്നത്. That's one thing that is the main focus towards this. Instant gratification is the main source of this. That's what I think. ഈ സഡൻ വെയിറ്റ് ലോസ് ഉണ്ടാവുന്ന ആൾക്കാരുണ്ട്, ബട്ട് ഇറ്റ് അഗൈൻ കംസ് ബാക്ക്. വാട്ട് ഈസ് യുവർ വെൻ യു സീ ദാറ്റ് ഹാപ്പനിങ്, ഡു യു ഗോ ആൻഡ് ടെൽ ദം ദാറ്റ് ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് വേ? ഐ മീൻ യു മസ്റ്റ് ഹവ് കം അക്രോസ് സോ മെനി പീപ്പിൾ ഹു വാണ്ട് ദിസ് സഡൻ വെയിറ്റ് ലോസ് വേണം, അല്ലെങ്കിൽ ഇത്ര മാസത്തിനുള്ളിൽ എനിക്ക് വെയിറ്റ് കുറയണം. വാട്ട് ഡു യു ടെൽ ദോസ് പീപ്പിൾ വെൻ ദേ കം ടു യു? അതിന് ഒരു നല്ലൊരു കഥ ഞാൻ പറഞ്ഞത്. സോ മൈ ഫസ്റ്റ് ക്ലയൻറ്റ്, ഞാൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് there was one of my first client who already had a transformation, ഒരു basic transformation, and he came out to me and said that okay, എനിക്ക് അടുത്ത ഒരു 8 kilos കുറയ്ക്കണം. അന്ന് തുടങ്ങുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ട്രെയിനിങ് ചെയ്യാം. അപ്പോൾ ഇവരോട് എൻ്റെ ഈ വെൽനസ് കോൺസെപ്റ്റും കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് പണി അറിയില്ലെന്ന് പറഞ്ഞാൽ എന്നിട്ട് എന്നോട് ഗെറ്റ് ഔട്ട് അടിക്കാൻ എനിക്കറിയാം. അപ്പം ഐ വാസ് ലൈക്ക് ഓക്കെ, ലെറ്റ്സ് ടേക്ക് ഇറ്റ് സ്ലോ, വിൽ ടേക്ക് 100 days. 100 days ടൈം എടുത്തിട്ട് വിൽ ലൂസ് ദാറ്റ് സ്ലോലി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും. സോ വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് ആഫ്റ്റർ 50 days he lost the 8 kilos and he was very happy. I was not. And അത് കഴിഞ്ഞിട്ട് വി സാറ്റ് ഡൗൺ ആൻഡ് ഐ ആസ്ക്ഡ് ഹിം ലൈക്ക് ഓക്കെ വാട്ട് ആൾ തിങ്സ് ഹി വാസ് ഹാവിങ്. സോ എന്താ പറ്റി വെച്ചാൽ ഈ ഇനീഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത സമയത്ത് ഹി ബിൽഡപ്പ് എ ഫിയർ ടുവേർഡ്സ് ഫുഡ്. ഞാൻ എന്ത് കഴിച്ചാലും തടിക്കുമെന്നുള്ളൊരു ഫിയർ ബിൽഡപ്പ്. അപ്പോൾ എന്താ പറ്റുക വെച്ചാൽ നമ്മളാ പഴയ കഴിച്ച പോലെ തന്നെ ഹി സ്റ്റാർട്ടഡ് ദ സെയിം ഓൾഡ് ക്രാഷ് ഡയറ്റ് വിതൗട്ട് ഇൻഫോർമിങ് മീ. Okay. So my next task was the next 50 days to make sure that take him to a cafe after the workout and making sure that he's eating all these things that he wanted to eat. Okay. അവന് നല്ല ചിലവായിരുന്നു, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. That was the best training that I had because I enjoyed it. Like ട്രെയിനിങ് കഴിയുന്നു, നേരെ കഫേ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു. സോ അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ഇൻസ്റ്റന്റ് വെയിറ്റ് ലോസ് കഴിഞ്ഞിട്ട് എന്താണ് യുവർ ഫ്യൂച്ചർ പ്ലാൻ? എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞിട്ട് ആ ഒരു 10 കിലോ ഫസ്റ്റ് ഇനീഷ്യൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്താൽ പോരാ. എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. നോ, നമ്മൾ ഒരു സ്ട്രിക്റ്റ് ന്യൂട്രീഷൻ പ്ലാനിലേക്ക് പോയി, അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് ഡയറ്റ് പ്ലാനിൽ പോയി ഡെഡ് ലൈൻ വെച്ച് നമ്മൾ വെയിറ്റ് അച്ചീവ് ചെയ്തു. ഗ്രേറ്റ് ഫോർ യു, ഐ റെസ്പെക്ട് ദാറ്റ്. ആ ഡിറ്റർമിനേഷൻ ഇസ് ഗുഡ്. അതിൻ്റെ പകുതി ഡിറ്റർമിനേഷൻ എടുക്കുള്ളൂ, പക്ഷെ കുറച്ചും കൂടി ടൈം എടുക്കുന്നല്ലേ ഉള്ളൂ.
ആ സസ്റ്റൈനബിൾ രീതിയിൽ മെല്ലെ മെല്ലെ ചെയ്യുന്നതിൽ എന്താ പ്രശ്നം എന്നാണ് എൻ്റെ ഡൗട്ട്. അത് ഫോക്കസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ബിക്കോസ് നമ്മളിപ്പം സോഷ്യൽ മീഡിയ ഒക്കെ അതിൻ്റെ ഒരു വലിയ ഇൻഫ്ലുവൻസ്. ബിക്കോസ് 60 days ട്രാൻസ്ഫോർമേഷൻ, ഏതാ ഒരാൾ ഇവിടുന്ന് ഇത്ര രീതിയിലേക്ക് പറഞ്ഞ ഓട്ടോമാറ്റിക് അത് കിട്ടുമോ? ഞാൻ പറഞ്ഞു അതിവിടെ ഈ പാക്കറ്റിൽ കിട്ടില്ല, അതിവിടെ എടുക്കില്ല, ക്ലാസ് ഇവിടെ എടുക്കുന്നില്ല ഞാൻ പുള്ളി പറയും. ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പോഴത്തെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഒക്കെ എടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഡു ദിസ് യു വിൽ റെഡ്യൂസ് ബെല്ലി ഫാറ്റ്, അല്ലെ ഡു ദിസ് ഈ എക്സസൈസ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ലൂസ് യുവർ തൈ ഫാറ്റ്, അങ്ങനെ. സോ വാട്ട് ഈസ് ഇൻ ദറ്റ് you feel when you see these kind of videos, like, and they do it very ഭയങ്കര എന്താ പറയുന്നത് effortless ആയിട്ടാണ് അവർ ചെയ്യുന്നത് when they tell that these kind of things actually help. But do these help, and what do you feel when you see these kind of things? ഞാൻ ഒരു തിരിച്ചൊരു കാര്യം പറയട്ടെ. If what if I am blaming the people who are looking into the videos? Okay. Because there is a demand for this. That's why there is a supply for this. So you are a person who's looking for videos like that. That's why it's coming into your explore page or it's coming into your feed. അപ്പോൾ there is a demand for this. That's why ഈ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് millions of views ഉണ്ടാവും, 100,000 views ഉണ്ടാവും, അങ്ങനെ കുറേ കമൻസ് ഉണ്ടാവും. കുറേ ആൾക്കാർ വന്ന് ഇത് ഞാൻ ചെയ്തിട്ട് അങ്ങനെ കുറഞ്ഞു, ഇല്ലെങ്കിൽ കുറേ ആൾക്കാർ വന്നിട്ട് പറയും ലൈക്ക് നീ മണ്ടത്തരാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ ഫോർ ദാറ്റ് പേഴ്സൺ ഹു പോസ്റ്റഡ് ദിസ്, ഹി വാണ്ടഡ് റീച്ച്, he wanted social media presence so that his business will grow. Okay. I think that whoever it is, they're not thinking about the future, because 4 years, 5 years down the line, 10 years down the line, people will understand. Because പണ്ടത്തെ പോലെ ഫിറ്റ്നസിനെ കുറിച്ചിട്ട് നോളജ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു ഫേസ് അല്ല ഇപ്പം. 5 years ബിഫോർ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഒരു ആർട്ടിക്കിളൊക്കെ എടുത്ത് വായിച്ച്, ഇപ്പം ഒരു ജസ്റ്റ് എ ക്ലിക്ക് യു ഗെറ്റ് ടു നോ, ഒരു ആപ്പ് തന്നെ ഉണ്ട് ഏതൊക്കെ വർക്കൗട്ട് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള. അപ്പം പീപ്പിൾ വിൽ ഗെറ്റ് ടു നോ ദാറ്റ് ഹി വാസ് ഫൂളിങ് യു. So what according to you is like ഒരു പെർഫെക്റ്റ് പ്ലാൻ ഉണ്ടോ to reduce weight? No. ഒരു പെർഫെക്റ്റ് ഇത്ര മന്ത്സിനകത്ത് യു ക്യാൻ റെഡ്യൂസ് ദിസ് മച്ച് എന്ന് ഒരാൾ വന്ന് ചോദിക്കാം, വാട്ട് വുഡ് യു സേ ടു ദം? വാട്ട് ഈസ് യുവർ ഐഡിയൽ ഒരു പ്ലാൻ പറയുക എന്തുമായിരിക്കും? സപ്പോസ് ഐ എം കമ്മിങ് ടു യു ആൻഡ് ഐ എം സേയിങ് ഐ വോണ്ട് ടു റെഡ്യൂസ് 10 kilos, which I want to. So what is that ideal plan that you will have for me? So usually എന്നോട് ഇപ്പം സർക്കാസ്റ്റിക്കലി പറയുന്നതാണെങ്കിലും ഞാൻ പറയും ലൈക്ക് ഇങ്ങനെ വന്നിട്ട് പറയാം 10 kilos എനിക്കൊരു ഒരു ഇത്ര സമയം കൊണ്ട് ഈ ഭാഗത്ത് മാത്രം കുറയ്ക്കാൻ വെരി ഓപ്പൺലി ടെൽ ദം. ഞാനിവിടെ ഷവർമ പീഡിയ തുടങ്ങിയതല്ല, ലൈക്ക് ഷവർമ ഇങ്ങനെ കട്ട് ചെയ്ത് മുറിച്ച് മാറ്റാണ്. ഇറ്റ് ഈസ് പോസിബിൾ, ബട്ട് ഐ വോണ്ട് ഡു ഇറ്റ്. ഐ ഹവ് ഡൺ ഇറ്റ് ബിക്കോസ് ഞാൻ ഫസ്റ്റ് ഇനീഷ്യൽ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ, ഫസ്റ്റ് ഫിറ്റ്നസ് ട്രാൻസ്ഫോർമേഷൻ ഞാൻ ചെയ്തത്, ഐ വാസ് 99-100 kilos and I went to 69 kilos in 3 months. I lost around 11 kilos or 14 kilos in a span of 15 days. How did you do that? അത് കേൾക്കട്ടെ ആദ്യമേ. സോ ചെയ്തത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. സോ രാവിലെ എണീക്കും, ജിമ്മിൽ പോവും, വെയിറ്റ് നോക്കും, എന്നിട്ട് കാർഡിയോ ചെയ്യും, അതിന് പിന്നെ വെയിറ്റ് നോക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ ദിസ് ഈസ് വാട്ട് റിയലി ഹാപ്പൻ ടു മീ. കാലിക്കറ്റിലുള്ള എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവന്മാർ വളരെ ഓപ്പൺലി പറഞ്ഞുതരും ഇതാണ് സംഭവിച്ചിട്ടുണ്ടെന്ന്. ഞാൻ പേര് മാറ്റാനുള്ള കാരണം. അപ്പോൾ അത് കഴിഞ്ഞ് വെയിറ്റ് നോക്കും, നമ്മൾ വീണ്ടും തിരിച്ചു വരും, ഈവനിങ് ആകുമ്പം വീണ്ടും വരും, വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി വരും, അതിന് മുമ്പ് വെയിറ്റ് നോക്കും, ശേഷം വെയിറ്റ് നോക്കും. സോ ഐ വാസ് സോ ഒബ്സെസ്ഡ് വിത്ത് weighing scale that there were nights that I couldn't even sleep. വിശന്നിട്ട് സ്റ്റാവേഷൻ തട്ടത്തിൽ. സോ ഐ യൂസ് ടു ലൈക്ക്, നമുക്ക് ഈ മെക്വിറ്റീസിൻ്റെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ഉണ്ട്, അത് ഒറ്റൊന്ന് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നെടുത്തിട്ട് ഈ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ വായിലിട്ട് ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ് പോകും. സോ ഒരു ചെറിയ കഷ്ണം എടുക്കും, എന്നിട്ട് വായിൽ വെച്ചിട്ട് ഇങ്ങനെ അലിയിച്ചു. സോ അത് പ്രൊലോങ് ചെയ്ത് ലൈക്ക് ഒരു 1 hour ആ ഒരു ബിസ്ക്കറ്റ് മാത്രം അങ്ങനെ. സോ ഐ ഹാവ് ഡൺ ടു ദ എക്സ്ട്രീം. അപ്പോൾ ആ എക്സ്ട്രീം കണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചെയ്യരുത് പ്ലീസ്. ബിക്കോസ് അവിടെ ഐ ഹാഡ് എ റിയലി ഗുഡ് ഫിസിക്, ലൈക്ക് റിയലി ഗുഡ് ഫിസിക്. After or before? After. Okay. After I had a really good, because 23 years വരെ ഞാൻ തടിയനാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നെ തടിയെന്നാണ് വിളിക്കുന്നത്. ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ ഞാൻ ഗോളിയാണ്. അത് സ്ഥിരമാണ്, അതിൽ വേറൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. സോ വെൻ എ പേഴ്സൺ കംസ് അപ്പ് ടു യു ആൻഡ് ടെൽസ് യു ദാറ്റ് ഓക്കെ വി ക്യാൻ ചേഞ്ച് ദ ഹോൾ, ലൈക്ക് ഒരു അത്രയും ഒരു തടി മാത്രം എന്താണ് ബോഡി ഷേവിങ് കിട്ടിയ ഒരാൾക്ക് നിന്റെ തടി കുറയ്ക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരാൾ ദൈവമാണ്. അങ്ങനെയാണ്. ബിക്കോസ് അവരെന്ത് പറഞ്ഞാലും നമ്മളെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓക്കെ നിങ്ങൾ പറയുന്നതാണ് ശരി, അതിൽ വേറൊരു ക്വസ്റ്റ്യൻ ഇല്ല.
അങ്ങനെ ഈ തടി കുറച്ച സമയത്താണ് ദാറ്റ്സ് വെൻ ഐ വാസ് അറ്റ് മൈ ഹയസ്റ്റ് ഗ്രേറ്റസ്റ്റ് ഫിസിക്. ഐ വാസ് മെന്റലി സോ ഡിപ്രസ്ഡ് ബിക്കോസ് ഞാൻ ഒന്നത് കോഴിക്കോട് നിന്നുള്ള ഒരാളാണ്. എനിക്ക് എൻ്റെ പൊറോട്ടയും ബീഫും കഴിക്കാണ്ട് അല്ലെങ്കിൽ ബിരിയാണി കഴിക്കാണ്ട് ജീവിച്ചിട്ട് ഒരു സമാധാനം കിട്ടില്ല. ആൻഡ് ഇത് കഴിഞ്ഞ് ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ ഐ എം ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് ഇഞ്ചുറീസ്. സോ വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് ഐ വാസ് ഫോക്കസിങ് ഓൺ എസ്തെറ്റിക്സ്. ഐ വാസൻ ഫോക്കസിങ് ഓൺ ഫിറ്റ്നസ് ഓർ ഹെൽത്ത്, ജസ്റ്റ് വെയിറ്റ് ലോസ്. അത് കഴിഞ്ഞ് ഞാൻ ദുബായി പോയി. Within a span of 8 months, I regained back everything that I lost. I went up to 100 kilos in a span of 8 months. How did that happen? That's when I understood that before and after and after the after. Other people need to understand. Then I started learning books കാര്യങ്ങളൊക്കെ വായിച്ച് how to eat right, എല്ലാ ഭക്ഷണവും കഴിച്ചുകൊണ്ട് തന്നെ എങ്ങനെ കുറയ്ക്കാം അങ്ങനെ. So it took me around 10-11 months to regain back our physique. That's when I understood, okay, this is possible, which people don't know. Okay. It is possible. That's when I realized, and I just resigned and came back. So the workout you did was going to the gym. Yeah. ആണോ? ജിം എക്സസീവ് ആയിട്ട് യൂസ് ചെയ്യുമായിരുന്നു? 3 hours. ഡെയിലി? Yeah. 3 hours and transformation കഴിഞ്ഞപ്പോൾ the gym gave me 1 year membership for free. അവരെ വാളിൽ ട്രാൻസ്ഫോർമേഷൻ്റെ എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് ഞാൻ ഫുൾ അഭിമാനത്തോടെ ഇങ്ങനെ അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ ഫോട്ടോ. I don't know whether I should say it's like wow or no nice or I don't know what to say, but you can say that because see ആ സമയത്ത് the people around me gave me so much respect. പിന്നെ ഞാൻ തടി കൂടുമോ എന്നുള്ള ഫിയർ, ബിക്കോസ് ആ റെസ്പെക്ട് എനിക്ക് കിട്ടി കഴിഞ്ഞപ്പം പിന്നെ അത് ലൂസ് ചെയ്യുമെന്നുള്ള ഫിയർ ആയിരുന്നു. നമുക്ക് മനസ്സിലായില്ല, അതായത് അവൻ കുറച്ചു എന്നുള്ള ഒരു റെസ്പെക്ട് കിട്ടിയതിന് ശേഷം പിന്നെ തടിച്ച അവനെ കൊണ്ട് ഇത് പറ്റുന്ന പരിപാടിയൊന്നുമല്ല എന്നുള്ളൊരു സാധനം വരുമെന്നുള്ള പേടിച്ചിട്ട് അത് ഭയങ്കര ഒരു സ്കേറി സീനായിരുന്നു. ബിക്കോസ് അതിനുവേണ്ടി മാത്രം പിന്നെ ഭക്ഷണം കഴിക്കുന്നില്ല. ബിക്കോസ് ഇതേ ഫിയർ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫസ്റ്റ് ക്ലയൻറ്റിൻ്റെ അടുത്ത് എനിക്ക് തോന്നിയത്. ആ ഫിയർ കണ്ടപ്പോൾ ഫാമിലിക്ക് ഓക്കെ ഇയാൾ എൻ്റെ അതേ പാതയിലേക്കാണ് വരുന്നത്, വാശിയിലേക്ക് ഇത്ര കൊണ്ടുപോയത്. So now how did you change from ഈ 11 months കൊണ്ട് you regained everything back എന്ന് പറഞ്ഞു. Then how did you come back to like senses that okay fine this is what I need to do? അല്ലെങ്കിൽ when was that step that what's the first step that you took? The first step that I took was സോ അതുവരെ ഐ യൂസ് ടു ഗോ ടു എ ഫാൻസി ജിം, ലൈക്ക് അവിടുത്തെ ഒരു ഫിറ്റ്നസ് ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഫാൻസി ജിമ്മിൽ പോയിക്കൊണ്ടുവന്ന്. ആൻഡ് ബിക്കോസ് ഐ വാസ് എൻ എഞ്ചിനീയർ, ഐ വാസ് ഗെറ്റിംഗ് പെയ്ഡ് റിയലി ഗുഡ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ വാട്ട് വാസ് ഈസിയസ്റ്റ് ആക്സസ് ഫോർ മീ, ഐ സെർച്ച് ദാറ്റ്. അന്നൊന്നും ഓൺലൈൻ ട്രെയിനിങ്ങോ കാര്യങ്ങളോ അവൈലബിൾ അല്ല. അപ്പം ക്ലോസ് ബൈ, ഫ്ലാറ്റിൻ്റെ ക്ലോസ് ബൈ തന്നെ ദർ വാസ് ഒരു നമ്മളുടെ ഒരു ചെറിയ ജിംഖാന ടൈപ്പുള്ള ഒരു ജിമ്മുണ്ട്. ഐ ടുക്ക് എ മെമ്പർഷിപ്പ് ദെയർ. Okay. That was the first step that I did because I wanted a faster access. അങ്ങനെ ഇല്ലെങ്കിൽ എന്താ ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് മോട്ടിവേഷൻ. ഒരു ലോസ് വരാനുള്ള ചാൻസ്. അവിടെ വരെ കാർ ഓടിച്ച് പോകണ്ടേ, ആ ട്രാഫിക്ക് പോകണ്ടേ, ഇന്ന് വേണ്ട, അത് കഴിഞ്ഞല്ലോ. ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ വാട്ട് ഡു ഐ ലൈക്ക് ടു ഈറ്റ്, അത് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തു. Okay. ആൻഡ് ഈ ചീറ്റ് മീൽ കോൺസെപ്റ്റ് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. ലൈക്ക് ആ സമയത്ത് ആ ഫസ്റ്റ് നമ്മൾ ഈ ദുബായിൽ നിന്ന് ചെയ്ത സമയത്ത് ചീറ്റ് മീൽ കോൺസെപ്റ്റ് ആയിരുന്നു. ആഴ്ചയിൽ ഒരിക്കലും ഒരു ചീറ്റ് മീൽ കഴിക്കുക. അത് പിന്നീട് ഒരു 3-4 കൊല്ലം കഴിഞ്ഞ് ഒരു ലാസ്റ്റ് 2 years മുമ്പൊക്കെയാണ് ദാറ്റ്സ് നോട്ട് എ റിയലി ഗുഡ് കോൺസെപ്റ്റ് ഓഫ് ഹാവിങ് ഇറ്റ്. ലൈക്ക് ഹൂം ആർ യു ചീറ്റിംഗ്? ചീറ്റ് മീൽ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഹൂ ആം ആർ ചീറ്റിംഗ്. അപ്പം അന്ന് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഇതേമാതിരി ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് വാട്ട് ആൾ തിങ്സ് ഐ ലൈക്ക് ടു ഈറ്റ് അതിൻ്റെ ലിസ്റ്റ് എടുത്ത് അതിങ്ങനെ ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസിൽ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ എന്ന് വെച്ചാൽ യുവർ ബോഡി ഗെറ്റ്സ് യൂസ് ടു ഓൾ ദീസ് ക്വിസീൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ലൈക്ക് സോ ഹ്യൂമൻ ബോഡി ഈസ് ക്രിയേറ്റഡ് ഇൻ എ വേ ദാറ്റ് ഇറ്റ്സ് അഡാപ്റ്റഡ് ടു എനിത്തിങ്. നമ്മളിപ്പം ഇവിടെ നിന്ന് ഇപ്പം US-ലേക്കും കാനഡയിലൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഈ മരം കോച്ചുന്ന തണുപ്പത്ത് നിൽക്കുമ്പം ഒരു ഫസ്റ്റ് ഇയർ ആയിരിക്കും ഇനീഷ്യലി ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. പിന്നെ they are used to it, അല്ലേ? How is that possible? Because the human body is ready to accept it and adapt to that. അതേപോലെ തന്നെ ലൈക്ക് യുവർ ലോക്കൽ ക്വിസീൻ സമയം കൊടുത്താൽ ഹ്യൂമൻ ബോഡി അതിനെ ഒന്ന് ശരിപ്പെടുത്തിയെടുക്കും. പക്ഷെ നമുക്ക് സമയമല്ല, പെട്ടെന്ന് വേണം പരിപാടി. So you are saying that നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് if we work out eventually we'll lose weight. Is that what you're saying? Okay. Again ഒരു question കൂടി. What's your end goal? To lose weight? To get healthier. Reducing the number on the weighing scale is very easy. It's easy. Very easy.
Okay. I think I'm struggling with that. It's the most easiest thing to do. Weight. Human body into weight. What does it consist of? Water, fat, muscle. പിന്നെ എനിക്കറിയത്തില്ല. Okay, water, fat, muscle. ഈ മൂന്ന് ഇത് തന്നെ എടുക്കാം. You lose 5 kilos. Okay. How do you know that it is water, fat or muscle? That we don't know. ഈവൻ ഡോക്ടേഴ്സ് ആയാലും നമ്മൾ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഡോക്ടർ വിൽ ഇമീഡിയറ്റ്ലി ടെൽ യു ഹാവ് ടു ലൂസ് വെയിറ്റ്. You have to lose വെയിറ്റിനെക്കാട്ടിയും കൂടുതൽ യു ഹാവ് ടു Lose the fat. lose the fat loss വേണം. അല്ലെങ്കിൽ you have to start moving, be healthier. Don't get influenced from people, what people tell you or what you see on the internet. Think what you need. If you want to lose weight, then go for it. I'm not going to tell anything. പക്ഷേ അപ്പോഴും ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ on what cost? Losing weight on what cost? Making sure that you don't eat what you like to eat. So ഞാൻ ഈ പറഞ്ഞ ഒരു രീതിയിലാണെങ്കിൽ ലൈക്ക് ഈറ്റിംഗ് വാട്ട് യു വാണ്ട്, വർക്കിംഗ് ഔട്ട് ഫോർ ലൈക്ക് 1 hour, ഡസ് ദാറ്റ് ഹെൽപ്പ് വിത്ത് ഫാറ്റ് ലോസ്? ഈറ്റിംഗ് വാട്ട് യു വാണ്ട് എന്നതിനെക്കാട്ടും കൂടുതൽ ഈറ്റിംഗ് വാട്ട് യു വാണ്ട് ഇൻ ദ റൈറ്റ് ക്വാണ്ടിറ്റി. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റും, ഇഷ്ടമുള്ളത്ര കഴിക്കാൻ പാടില്ല. Okay. Yeah, that will definitely help in fat loss. Fat loss. Okay. And ഇപ്പം ജിമ്മിൽ you've been talking a lot about gym, but what other than gym do you like? I mean, ഇപ്പം there are a lot of exercises ഉണ്ട്, patterns ഉണ്ട്, like Tabata was there. ഇടയ്ക്ക് വെച്ച് അത് ഭയങ്കരമായിട്ട് ബൂം ചെയ്തു. ഈ ഇടയ്ക്കിടയ്ക്ക് ട്രെൻഡ്സ് ഇങ്ങനെ വരാറുണ്ട്, പിലാറ്റീസ് ഉണ്ട്, അങ്ങനെ lot of things keep coming and going. What do you like other than gym? Playing football. Outside? Yeah, that's it. Because I want to go outdoor and play football. That's right now. ഇപ്പോൾ സത്യം പറഞ്ഞാൽ if you ask me, ഞാൻ ജിമ്മിൽ പോകുന്നത് കുറച്ച് കുറവാണ്. ലൈക്ക് ഫുട്ബോൾ കളിക്കാൻ കൂടുതൽ പോകുന്നത്. So mental wellness ആണോ ഇമ്പോർട്ടൻറ്റ് അതോ ഫിസിക്കൽ ട്രെയിനിങ് ആണോ ഇമ്പോർട്ടൻറ്റ്? Both are equally important. പക്ഷേ I would say like mental health has much more importance. അപ്പോൾ യൂഷ്വലി പറയുന്നത് ലൈക്ക് ജിമ്മിൽ നമ്മളുടെ ഒരു ജിം കോൺസെപ്റ്റിൽ പറയുമ്പോൾ ലൈക്ക് വർക്ക്ഔട്ട് ഇസ് 30%, ന്യൂട്രീഷൻ ഇസ് 70%. I would say 100% is all in the mind. Okay. If your mind is not in the right space, it's going to be very hard for you to even move. So I'm a person who had gone through depression. ആ സമയത്തൊക്കെ ലൈക്ക് നമുക്ക് ഈവൻ ദോ നമ്മൾ ഇത്രയും കുറേ പ്രീച്ച് ചെയ്യും, കാര്യങ്ങൾ പറയും ആസ് എ വെൽനസ് കോച്ച്, പക്ഷേ വെൻ യു ആർ ഇൻ എ സ്റ്റേറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ഓക്കെ ഇറ്റ്സ് പ്രിറ്റി ഹാർഡ് ഫോർ പീപ്പിൾ ടു ഈവൻ ജസ്റ്റ് വാക്ക് ഔട്ട്സൈഡ് ഓർ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസ് വരും. സോ ആ സമയത്ത് എവിടെയാണ് ഈ ന്യൂട്രീഷനും ഡയറ്റ് വർക്കൗട്ട്സ് ഒക്കെ ഫോളോ ചെയ്യാനുള്ള ടൈം ഉണ്ടാവുക? It's all about the mind. If your mind is healthy, your physique can be healthier. And any of your clients who have ഭയങ്കര demotivated at that lowest point, you must have seen them, have you? Yeah. And how do you motivate them back? See, അതിനും ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. Okay. So the second client I trained was നമ്മളുടെ കൈരളി TMTയുടെ managing director. He was Pailisha Kalliyat. So he was a client who was chest down paralyzed. So that was my career second client ആട്ടോ, ആലോചിക്കണം. And ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സമയത്ത് ഐ വാസ് കോളിങ് ഹിസ് ഫ്രണ്ട്സ് ഫറൂഖ് കോളേജിലുള്ള അങ്ങനെ കുറേ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചപ്പോൾ ദേ ആർ ലൈക്ക് നീ എന്താ ചെയ്യാൻ പോകണം? ഞാൻ ലൈക്ക് അപ്പോഴും ഞാൻ എന്താ ചെയ്യാൻ പോകണം? സോ ദെൻ ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് ഹിസ് ഹിസ്റ്ററി. So he was a state level boxer and a power lifter. First thing that what I did is that we took all the photos and videos of him and pasted everything on his wall. Like gym workout on the gym and out of the wall and slowly we tried building that fire in him. Like ആ പവിക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ പവിക്ക് ഇതൊരു വിഷയമല്ല എന്നുള്ള രീതിയിൽ. സോ ദാറ്റ്സ് ഹൗ ഹി ഓൾറെഡി ഹാഡ് ദ ഫയർ ദെയർ. പക്ഷേ അറിയാലോ 10 കൊല്ലം കഴിഞ്ഞ് ലൈക്ക് 9 കൊല്ലം കഴിഞ്ഞ് ആ ആക്സിഡൻറ്റ് കഴിഞ്ഞ് അങ്ങനെ കിടക്കണം. അപ്പം ഓട്ടോമാറ്റിക്കലി ഇനി ഇതിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ഹി ഹാസ് എവറിത്തിങ് ദെയർ ലൈക്ക് കൈരളി ടീമിൻ്റെ MD ആണ് ലൈക്ക് ഹാസ് എവറിത്തിങ്. പക്ഷേ വെൻ ഹി സ്റ്റാർട്ടഡ് വർക്കിംഗ് ഔട്ട് ദാറ്റ്സ് വെൻ ഹി അണ്ടർസ്റ്റുഡ് ഹി വാസ് മിസ്സിങ് സംതിങ്. ദാറ്റ് ചേഞ്ച് ദ ഗെയിം. Right now I'm so proud that ഞാൻ കോഴിക്കോട് നിന്ന് വന്നിട്ട് ഇപ്പം 4 years ആയി. Still he's working out every single day and he sends me messages, he sends me photos of his workout and he's like, dude, that changed the game. That's when as a coach we feel so proud. അതേപോലെ തന്നെയാണ് ഏജ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോഴും അവർക്കൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ഇനീഷ്യൽ മൂവ്മെൻ്റ് ആണ്. അതാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്. ആ മൂവ്മെൻറ്റിനുള്ള ഒരു പുഷ് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്.
നമ്മളുടെ ബോഡി ഇപ്പം പഴയ ഡാൻസേഴ്സിനൊക്കെ ശ്രദ്ധിച്ചാൽ പഴയ ഡാൻസേഴ്സ് അല്ലെങ്കിൽ അവർ കൺസിസ്റ്റൻ്റായി അവരുടെ മൂവ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ എത്ര കുറച്ച് അധികം വയസ്സായാലും അവരുടെ ഫ്ലെക്സിബിലിറ്റിക്കോ അവരുടെ മൂവ്മെൻറ്റിനോ വലിയ കോട്ടങ്ങളൊന്നും പറ്റാൻ ചാൻസസ് കുറവാണ്. ഓക്കെ. അപ്പം പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ അവർ ഫിറ്റല്ല. ബിക്കോസ് എസ്തെറ്റിക്സുമായിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ഫോക്കസ്ഡ് ആണല്ലോ ഫിറ്റ്നസ് കുറിച്ച്. അപ്പോൾ ഈ പ്രായമായ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അവരുടെ മൂവ്മെൻ്റാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അവർ റെസ്ട്രിക്റ്റഡ് ആവുന്ന അവരുടെ മൂവ്മെൻ്റാണ്. വെൻ യു ആർ അറ്റ് ദി ഏജ് ഓഫ് 60 യു ഡോണ്ട് വാണ്ട് ടു ലിഫ്റ്റ് ഒരു 100 കിലോ അല്ലെങ്കിൽ 200 കിലോ ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചെയ്യുന്ന റിയലി ഗുഡാണ്. പക്ഷേ അവിടെ ആ സമയത്ത് മിക്ക ആൾക്കാരും നമ്മളുടെ നാട്ടിൽ കൂടുതൽ വേണ്ട അവർക്ക് അവരുടെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുക. അതായത് എന്താണ് ഗ്രാൻഡ് ചിൽഡ്രൻ്റെ കൂടെ കളിക്കണം, അല്ലെങ്കിൽ അനായാസകരമായി ഒരു 2 മണിക്കൂർ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്താലും നടുവേദന, ബാക്ക് പെയിൻ അല്ലെങ്കിൽ കഴുത്ത് വേദന ഒന്നും വരാത്ത രീതിയിൽ മൂവ് ചെയ്യണമെങ്കിൽ അവർക്ക് ആ ഏജ് വരുന്ന സമയത്ത് മസിൽസ് ലോസ് വരുന്നത് അതേ സമയത്ത് തന്നെ നമ്മൾ സ്ട്രെങ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകണം. So when is the right age to start doing this? My daughter is her age is 5 years old right now. Okay. At the age of 2, she started learning every single workout name. Even now ഒരു വർക്കൗട്ടിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ ക്യാൻ ഡു ഇറ്റ്. ആ 2 വയസ്സുള്ള സമയത്ത് അവൾ 2 കിലോ നമ്മുടെ ബോളില് അതെടുത്ത് പൊക്കി എറിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി എൻ്റെ അമ്മ വാട്ട് കൈൻഡ് ഓഫ് സ്ട്രെങ്ത് ദിസ് ഗേൾ ഹാസ്. 2 വയസ്സുള്ളപ്പോൾ. സോ ദർ ഇസ് നോ ഏജ് ഫോർ ദാറ്റ്. Okay. 60 ആയാലും 70 ആയാലും 80 ആയാലും ഫോക്കസ് ഓൺ യുവർ ഹെൽത്ത്. ബിക്കോസ് അത്ര ഒരു പ്രായം കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റൽ ബിൽസ് കൊടുക്കുന്നതിൻ്റെ പകുതി ചിലവില്ല നമ്മൾ ഇപ്പോഴേ നമ്മളുടെ ഹെൽത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ. ഇത്രയും years of your work, any wow factor that you remember? Again going back to Pahalisha, so when I was training him, a lot of people told me that it's going to be hard for you. What are you going to do? We don't understand and all that. പക്ഷേ there was one day that ഇവിടെ കൊച്ചി മാരിറ്റിൽ we were working out and നമ്മളുടെ റിക്കമെൻഡ് സൈക്കിളിൽ ഇരുന്നിട്ട് ചവിട്ടുന്ന സൈക്കിൾ. So he did that. Okay. And his brother immediately, we sent his brother the video and brother was shocked to see it because he's a person who's chest down paralyzed, like spinal cord nerve cut ആയ ഒരാളാണ്. Okay. That was something pretty huge. His mom actually was literally in tears. That I was like, okay, I can do things that matters for people. That was something that I was emotionally also in that space. When you see your Instagram or handle നോക്കുവാന്ന്, you have a lot of celebrity clients, right? Who is your favorite? ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയി പോവാ ഞാൻ ചോദിച്ചാ. Who's my favorite? കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന ഒരാളാരാണ്? Consistently who was been with me was Parvati. Okay. I think the first celebrity or the first person whom I trained was Parvati, and still we are training together. And somebody who you dream about working with? No. Angane there is no person that I dream about. See, I never say ippom oru podcast indile പോകുമ്പോൾ interview പോകുമ്പോൾ I always tell them don't ever tag me as a celebrity trainer. Okay. Why? Because I don't want to be known for people Just whom I train. Trainer. I want to be known as the person I am. Bheegaran as a trainer, where do you see yourself in 10 years? That's a really good question. Bheegaran as a trainer in 10 years will be in AI. Wow, okay. Yeah. Anywhere you go in the world, you put on your VR glasses, I'll be there training you. Wonderful. All the very best for that. And I'll be waiting to see that. Yeah, definitely. Thank you so much for coming on our show. Thank you.